കൊടകര അഴകം യുവജന സംഘം വായനശാല വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. അഴകം പാട്ടത്തിൽ മോഹനചന്ദ്രന്റെ വീട്ടുമുറ്റത്ത് നടത്തിയ താലൂക്ക് തല സദസ്സിന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CD പോൾസൺ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. MK ജോർജ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, സംഘാടക സമിതി ചെയർമാൻ TV ഗോപി എന്നിവർ സംസാരിച്ചു. വായനശാലകളുടെ പ്രവർത്തനം സർഗാത്മകമാക്കുക, കൂടുതൽ ചലനാത്മകവും കാലോചിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ വായനശാല വായനക്കാരെ തേടി ഗൃഹാംഗങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ നവംബർ 1 കേരളപ്പിറവി വരെയുള്ള കാലയളവിൽ വായനശാലകളിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കും. കേരളത്തിൽ ഏതാണ്ട് 14 ജില്ലകളിലായി 10,000-ഓളം വരുന്ന വായനശാലകൾ. തൃശ്ശൂർ ജില്ലയിൽ മാത്രം ജില്ലയിലെ 7 താലൂക്കുകളിലായി 500 വായനശാലകളാണ്. വായനശാലയുടെ ജോലി വായനശാലയിൽ വായനയ്ക്ക് വേണ്ടി പുസ്തകം അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് പുസ്തകം കൊടുക്കുക, അത് തിരിച്ചു വാങ്ങുക. ഇതാണ് മുഖ്യമായും വായനശാലകൾ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വായനശാലകളുടെ പ്രവർത്തനം നമുക്കറിയാം. നമ്മൾ ഈ ഇന്ത്യക്കകത്തും ദക്ഷിണേന്ത്യയിലും ഒക്കെ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ അസ്തമിക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. അതിനൊരു പിന്തുടർച്ച നഷ്ടപ്പെട്ടു പോയി. അതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കേരളത്തിൽ രൂപപ്പെട്ട ഈ നവോത്ഥാന ചിന്തകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, ഈ പ്രസ്ഥാനത്തിന് അതിശക്തമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് കാരണമായി കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ അതിശക്തമായി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കി കാണാൻ കഴിയാം.